നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ റയൽ മാഡ്രിഡ് 1-0 ഒരു വിക്ടറി യുവന്റസിന് അഗേൻസ്റ്റ് നേടിക്കൊണ്ട് റൗണ്ട് ഓഫ് 8 കടന്നിരിക്കുകയാണ്. സോ റൗണ്ട് ഓഫ് 8 റയൽ മാഡ്രിഡ് നേരിടാനായിട്ട് പോകുക ബൊറൂസിയ ഡോർമുണ്ടിനെ ആയിരിക്കും. സോ സെർജിയോ റാമോസിനെ മോൺട്രേറിനെ 2-1 തോപ്പിച്ചാണ് ഡോർമുണ്ട് വരുന്നത്. ബട്ട് ഡോർമുണ്ട് വാസ് സോ ക്ലോസ്. റാമോസ് വാസ് സോ ക്ലോസ് ഈക്വലൈസിങ്ങിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിക്ചറിൽ കാണാം. ഒരു ജസ്റ്റ് ഒരു ഐറ്റം പോയിട്ടുണ്ട്. സോ അല്ലാതെങ്കിൽ മേ ബി വി മൈറ്റ് ഹാവ് സീൻ റാമോസ് വേഴ്സസ് റയൽ മാഡ്രിഡ് അല്ലേ. സോ മോൺട്രേ അല്ല, ഇനി ബൊറൂസിയ ഡോർമുണ്ട് ആയിരിക്കും വരിക. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡ് ഇന്നലെ ഒരു ബാക്ക് 3 സിസ്റ്റമാണ് പിച്ചിൽ ഇറക്കിയത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 3 at the back, അതുപോലെ തന്നെ 2 ഫുൾ ബാക്ക് റോളിൽ വിങ് ബാക്ക് റോളിൽ ഗാർഷ്യയും അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡും മിഡ്ഫീൽഡ് 3 ഗൂളറും വാൾവേർഡയും അതുപോലെ തന്നെ ബെല്ലിംഗമും ഫ്രണ്ടിൽ വീണ്ടും ഗോൺസാലോ ഗാർഷ്യയും വിനീഷ്യസ് ജൂനിയറോട് ഇറങ്ങിയത്. സോ യുവന്റസും അപ്പുറത്തൊരു 3-man ബാക്ക് സിസ്റ്റമാണ് ഓൺ പേപ്പർ ഇറക്കിയത്. ഫസ്റ്റ് ഹാഫിൽ യുവന്റസും റയലും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? വൺ ഓഫ് ദ റീസൺ റയൽ സ്ട്രഗിൾ ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ബിറ്റ്വീൻ ദ ലൈൻസ് പാസിംഗ് ചാനൽസ് ധാരാളം യുവന്റസിന് ഓപ്പൺ ആക്കി കിട്ടുന്നത്. എസ്പെഷ്യലി ആദ്യത്തെ ഒരു 30 minutes നമ്മളൊരു അല്പം ഓഫ് ദ ബോൾ സ്ട്രഗിൾ ചെയ്യുന്ന റയൽ മാഡ്രിഡിനെയാണ് കണ്ടത്. കോളോമുവാനിക്കും ഇൽഡിസിനും ഒക്കെ നല്ല ചാൻസുകളും കിട്ടുന്നതാണ്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ടീമിൽ അപ്പ് ഫ്രണ്ട് നിൽക്കുന്ന വിനി ആണെങ്കിലും ഗോൺസാലോ ഗാർഷ്യ ആണെങ്കിലും അവർ മാർക്കേഴ്സിനെ മാർക്ക് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഇന്നലെ ലൈവ് സ്ട്രീമിലാണ് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. മാർക്കേഴ്സിനെ അതായത് മാർക്ക് ചെയ്യേണ്ട പ്ലേയേഴ്സിനോടൊപ്പം നിൽക്കുകയാണ്. അവരാ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്യുന്നില്ല. ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യാത്തത് അവർക്ക് തിരിച്ച് പണി കിട്ടുകയും ചെയ്തു. പലപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് യുവന്റസ് ബോൾ മിഡ്ഫീൽഡ് വഴി പാസ് ചെയ്യുന്നുണ്ട്. മിഡ്ഫീൽഡിൽ യുവന്റസിന് ധാരാളം സ്പേസുകൾ ഓപ്പൺ അപ്പ് ആക്കി കിട്ടുകയും ചെയ്തു. അനദർ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഗൂളറിന്റെ ഓഫ് ദ ബോൾ വർക്കിലോട് നമ്മൾ പറഞ്ഞു പലപ്പോഴും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആളുടെ ഡിഫൻസീവ് അവയർനെസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയാൽ നൈസ് ആയിരിക്കും എന്ന് പറയുന്നു. സോ അതാണ് വൺ ഓഫ് ദ റീസൺ. ആള് ചില സിറ്റുവേഷൻസിൽ എസ്പെഷ്യലി ഇൽഡിസ് ആണെങ്കിലും മറ്റുമൊക്കെ ഈസിലി ബീറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. സോ മേ ബി ആളുടെ പൊസിഷനിങ്ങും ഓഫ് ദ ബോൾ വർക്കിലോടും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. ആളെ ബീറ്റ് ചെയ്ത് പോകുമ്പം സ്പേസസ് ഇഷ്ടം പോലെ ഓപ്പൺ അപ്പ് ആവുന്നതിൻ്റെ ഒരു റീസണും ഈ റയൽ മാഡ്രിഡ് ടീമിലുണ്ടായിരുന്നു. സോ അതിലോട്ട് വരുന്നതിന് മുമ്പ് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനെ റൈറ്റ് വിങ് ബാക്ക് റോളിലാണ് കണ്ടത്. പുള്ളി പലപ്പോഴും നമ്മൾ കണ്ട റൈറ്റ് ഹാൻഡ് സൈഡിൽ പുള്ളി ഐസൊലേറ്റഡ് ആണ്. സോ ഡിഫെൻസീവ്ലി പുള്ളി ചിലപ്പം സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ ലാസ്റ്റ് മാച്ചുകളെല്ലാം പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പിന്നെയും ഗാർഷ്യയ്ക്ക് കുറച്ചുകൂടെ ബോഡീസ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. അതേ സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പലപ്പോഴും പുള്ളി ഐസൊലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ആ ഒരു റൈറ്റ് വിങ് ബാക്ക് റോളിലോട് ട്രെൻഡ് അലക്സാണ്ടറിനോട് അഡാപ്റ്റ് ചെയ്ത് വരാനായിട്ടുമുണ്ട്. പുള്ളി പലപ്പോഴും ആ ഫൈനൽ പൊസിഷനിൽ ഇപ്പോൾ ആ സ്വിച്ച് ലെഫ്റ്റിൽ നിന്ന് പുള്ളിയിലോട്ട് വരുമ്പോൾ പുള്ളി ആ ലെഫ്റ്റ് ഫുട്ടിലോട്ട് കട്ട് ചെയ്ത് അകത്തോട്ട് കയറാനായിട്ട് നോക്കുവാണ് ഇൻസ്റ്റെഡ് ഓഫ് ഡെലിവറിങ് ദ ക്രോസ് ഇടുന്നതിൻ്റെ സ്ഥാനത്ത് ഫസ്റ്റ് ഹാഫിൽ ചില സിറ്റുവേഷൻസ്. അതേ സമയത്ത് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മാറി. അതിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡ് സ്ട്രഗിൾ ചെയ്ത വൺ ഓഫ് ദ റീസൺ മിഡ്ഫീൽഡിലുള്ള സ്പേസസ്. അതായത് ഇപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് ഇതെല്ലാം സെക്കൻഡ് ഹാഫിൽ കണക്ട് ആയത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു മിഡ്ഫീൽഡിലുള്ള സ്പേസസ് എക്സ്പ്ലോയിറ്റഡ് ആക്കുന്നുണ്ട്. സോ വൺ ഓഫ് ദ റീസൺ ബാക്ക് 3 റയൽ മാഡ്രിഡ് കളിച്ചാണ്. കാരണം അവർ കോളോമുവാനി എന്ന് പറയുന്ന ഒറ്റ സെന്റർ ഫോർവേഡിനെ വെച്ച് കളിച്ചത്. സോ 2 സെന്റർ ബാക്സിന്റെ ആവശ്യമുള്ളൂ. ഓൺ ദ ബോൾ ആണ് ഓഫ് ദ ബോൾ ആണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു സെന്റർ ഫോർവേഡിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പലപ്പോഴും ആ പാസിംഗ് ലൈൻസ് ഓപ്പൺ ആവുന്നു. കെഫ്രാൻ തുറാമിനും ഇൽഡിസിനും ഇവൻ മുവാനിയും ഡ്രോപ്പ് ചെയ്തൊക്കെ കംഫർട്ടബിളി സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ പിന്നീട് 30 മിനിറ്റിന് ശേഷം നമ്മൾ കണ്ട ഒരു കാര്യം, സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ചൗമനീനെ ആ ബാക്ക് 3യിൽ നിന്നും മിഡ്ഫീൽഡിലോട്ട് കൊണ്ടിരുന്നതാണ്. സോ അങ്ങനെ നമ്പർ ഓഫ് ബോഡീസ് 4 മിഡ്ഫീൽഡേഴ്സായി മാറും. റയൽ മാഡ്രിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചൗമനി ഗൂളർ എന്ന് പറയുന്ന ഡബിൾ പേറ്റും അതിന് ജസ്റ്റ് ഇൻ ഫ്രണ്ടിൽ വാൽവേർഡയും അതുപോലെ തന്നെ ബെല്ലിംഗം. സോ നമ്മൾ കാണാറുള്ള ആ ഒരു ബോക്സ് മിഡ്ഫീൽഡ് അല്ലെ, സാക്ക, പലാസിയോസ്, ഹോഫ്മാൻ, വിറ്റ്സ് വെച്ച് അവർ ഫോം ചെയ്യാറുള്ള ആ ഒരു ബോക്സ് മിഡ്ഫീൽഡ് നമ്മൾ ഇന്നലെ ഇവർ 4 പേരും കൂടി ഫോം ചെയ്യുന്നുണ്ടു. ആൻഡ് വാൾവേർഡ് കൂടുതലൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് റോഡിലോട്ട് കളിക്കുന്നുണ്ടു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ആ മിഡ്ഫീൽഡിൽ ഇവർ 4 പേര് വന്നപ്പോഴേക്കും ഫ്രാൻ ഗാർഷ്യ അതുപോലെ തന്നെ ട്രെൻഡും വിട്ടോടെ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡീൻ ഹഡ്സൺ, റുഡിഗർ എന്ന് പറയുന്ന ആ ഒരു ബാക്ക് 2 മാത്രമാവുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ഓഫ് ദ ബോൾ ആണെങ്കിലും ഇപ്പം പലപ്പോഴും റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ നമുക്കറിയാം ലാറ്ററലിയാണ് റയൽ മാഡ്രിഡ് ബിൽഡ് ചെയ്യുന്നത്. അതായത് കൂടുതൽ വെർട്ടിക്കൽ അല്ല, കൂടുതൽ ഓരോ പാസിംഗ് ലൈൻസ് ലാറ്ററലാണ്. സോ അവരുടെ ഫേസിലൂടെ ബിൽഡ് ചെയ്ത് ആ ഫൈനൽ തേർഡിലോട്ട് എത്തിയതിന് ശേഷം ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും ആ ബിറ്റ്വീൻ ദ ലൈൻസ് പാസസ് ചെയ്യാനായിട്ടുള്ള സ്പേസസ് ഓപ്പൺ അപ്പ് ആയിരുന്നു. അതുകൊണ്ട് കംഫർട്ടബിളി യുവന്റസിന്റെ പ്ലേയേഴ്സ് എസ്പെഷ്യലി മിഡ്ഫീൽഡേഴ്സ്
കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. പക്ഷേ പിന്നീട് ഈ ഒരു ചേഞ്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചൗമനി പോലത്തെ ഒരു ഫിസിക്കൽ സ്പെസിമെൻ ആ മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോഴേക്കും ആൻഡ് ഹു ഇസ് റിയലി ഗുഡ്. ചൗമനിയുടെ ഐ തിങ്ക് ഈ സിസ്റ്റത്തിൽ ചൗമനി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഇങ്ങേറെ സിസ്റ്റത്തിൽ ചൗമനി വളരെ വളരെ ക്രൂഷ്യലാണ്. പുള്ളിയുടെ ഓൺ ദ ബോൾ ഡിമാൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതിനേക്കാൾ ഒരു ചൗമനിയുടെ സ്ട്രെങ്ത് ആയ ബോൾ വിന്നിങ്, അഗ്രഷൻ ആൻഡ് പൊസിഷനിങ്, ഡിഫെൻസീവ് പൊസിഷനിങ്, ഇതാണ് ഇങ്ങേറെ സിസ്റ്റത്തിൽ ചൗമനിയുടെ ബിഗസ്റ്റ് റോൾ ആയിരിക്കും. അത് ആൾ വെടിപ്പായിട്ട് ഫുൾ 90 മിനിറ്റ്സ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ആ മിഡ്ഫീൽഡിലോട്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ ആ 4th മാൻ മിഡ്ഫീൽഡായി മാക്കിയപ്പോൾ. സോ പലപ്പോഴും ആ ബോൾ ഇവർ റിക്കവർ ചെയ്തതിന് ശേഷം നേരത്തെ ഓപ്പൺ അപ്പ് ആയ സ്പേസുകളില്ല. കാരണം ചൗമനി മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോൾ ഒരു എക്സ്ട്രാ ബോഡി വന്നു. സോ ഒപ്പോണന്റിന് ഒരു എക്സ്ട്രാ ബോഡീനെ മാർക്ക് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ ആൻഡ് ഒരു എക്സ്ട്രാ ബോഡീനെ മേ ബി മിഡ്ഫീൽഡിലോട്ട് ചൗമനിനെ മാർക്ക് ചെയ്യാനായിട്ട് വരേണ്ടി വന്നു. ആൻഡ് ആ പാസിംഗ് ലൈൻസ് നൈസായിട്ട് ചൗമനി കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരു എക്സ്ട്രാ ബോഡി വന്നു. ആൻഡ് ഡിഫൻസീവ് അവയർനെസ് ഉള്ള ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറോടാണ്. സോ പലപ്പോഴും ബോൾ ലൂസ് ചെയ്യുമ്പോഴാണ്, പലപ്പോഴും ബോൾ യുവന്റസ് റിക്കവർ ചെയ്യുന്നു, റയൽ മാഡ്രിഡ് ഫൈനൽ തേർഡ് വെച്ച് ലൂസ് ചെയ്യുമ്പോഴാണല്ലോ ആ ഒരു പാസിംഗ് ലൈൻ കറക്റ്റായിട്ട് ചൗമനി ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് ഗുഡ് ടു സീ. അത് റിയലി ഹെൽപ്പ് ചെയ്തു. പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡും പലപ്പോഴും കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടു. ആ ഒരു ചൗമനി സ്റ്റെപ്പ് ചെയ്തപ്പോഴും ചിലപ്പോൾ ആ തേർഡ് മാൻ ബാക്കായിട്ട് ആൻഡ് ബാക്കിൽ നിന്ന് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ നല്ല കിടിലം ബോൾസ് റൈറ്റ് ഫുട്ടിൽ നിന്ന് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് പുള്ളിയുടെ സ്ട്രെങ്തും അതാണ്. ആൻഡ് പുള്ളി പുഷ് ചെയ്യേണ്ടപ്പം പുഷ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള ക്രോസ് സെക്കൻഡ് ഹാഫിലായപ്പോൾ നമ്മൾ കണ്ടത് റാദർ ദാൻ ലെഫ്റ്റ് ഫുട്ടിലോട്ട് ഇട്ട് ഇൻവേർട്ട് ചെയ്ത് കയറുന്ന സ്ഥാനത്ത് പുള്ളി പ്രോപ്പറായിട്ട് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ക്രോസുകൾ ഡെലിവറി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. സോ എന്താണോ റൈറ്റ് വിങ് ബാക്ക് റോളിന് വേണ്ടത്, അഥവാ പുള്ളിയുടെ സ്ട്രെങ്ത് എന്താണോ അതിലോട്ട് കൂടുതൽ ഇപ്പോൾ 1-on-1 സിറ്റുവേഷനിൽ കൂടുതൽ ടേക്ക് ഓൺ ചെയ്യാതെ കൂടുതൽ ക്രോസുകൾ ബോക്സിലോട്ട് ഇടാനായിട്ട് ട്രെൻഡ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ആൻഡ് ഗോൾ വന്നു. അങ്ങനെയാണ് ട്രെൻഡിൻ്റെ ഒരു കിടിലം ബോൾ ഇൻ ടു ദ ബോക്സ്. ആൻഡ് ഫിസിക്കലായിട്ടുള്ള ഇപ്പോൾ പലപ്പോഴും ട്രയൽ ഞാൻ പറഞ്ഞു ലാറ്ററലിയാണ് ബിൽഡ് ചെയ്തത്, അതായത് ബോഡീസ് വെച്ചാണ് അവർ ബിൽഡ് ചെയ്തത്. സോ ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പം അർണോൾഡിന്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ പുള്ളിക്ക് ലെഫ്റ്റിലോട്ട് ഇട്ട് ഇൻവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ക്രോസ് ബോക്സിലോട്ട് ഇട്ടാൽ പലപ്പോഴും 2, 3, 4 പ്ലേയേഴ്സ് ബോക്സിൽ അറ്റാക്ക് ചെയ്യാനുണ്ട്. സോ ആ സെക്കൻഡ് ഹാഫിൽ നമ്മൾ അത് കണ്ടു. ആ ഗോൾ വരുന്നത് കണ്ടു. റൂട്ടിഗറും ഹഡ്സണും ചൗമനി എല്ലാം ബോക്സിലുണ്ട്. ആൻഡ് ഗോൺസാലോ ഗാർഷ്യ പുറകിൽ നിന്ന് വന്ന ആ ഒരു ഹെഡറും സ്കോർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഗോൺസാലോ ഗാർഷ്യ ഇപ്പം 3 ഗോളും 4 അസിസ്റ്റും ആയി ടൂർണമെന്റിൽ. എൻട്രിക് മോൻ എത്രയും പെട്ടെന്ന് ഫിറ്റായി പ്രൂവ് ചെയ്യാനായിട്ട് വന്നില്ലെങ്കിൽ മിക്കവാറും പണിയാവും എന്നാണ് തോന്നുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ടായപ്പോൾ ഈ ചൗമനി എസ്പെഷ്യലി ആ മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടെ ഫിസിക്കാലിറ്റി വന്നപ്പോൾ ഗൂളറും ബെറ്ററായി. കാരണം കൂടുതൽ ബോൾസ് മിഡ്ഫീൽഡിൽ വെച്ച് തന്നെ എസ്പെഷ്യലി സെക്കൻഡ് ബോൾസ് റയൽ മാഡ്രിഡ് വിൻ ചെയ്യാൻ തുടങ്ങി. ഗൂളറിന് കൂടുതൽ ഓൺ ദ ബോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. പ്ലേയേഴ്സിനെ കൂടുതൽ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഗൂളർ എസ്പെഷ്യലി ചൗമനി പോലത്തെ ഒരു സ്പെസിമെനും കൂടെ ആയപ്പോഴേക്കും പുള്ളിയുടെ ഡിഫൻസീവ് വർക്ക് ലോഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. കാരണം പുള്ളി ഐസൊലേറ്റഡോ അല്ലെ പുള്ളി എക്സ്പോസ്ഡോ ആവുന്നില്ല 1 vs 2 സിറ്റുവേഷൻസിലോ അല്ലെ ആ പാസിംഗ് ലൈൻസോ പുള്ളി കട്ട് ചെയ്യുമ്പോഴേക്കും ഗൂളറിനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഡിഫൻസീവിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു, വിച്ച് വാസ് ഗുഡ് ടു സീ. സോ ഗൂളർ കുറച്ചുകൂടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് ഇമ്പ്രൂവ് ചെയ്യാണ്, ഗെയിം ചേഞ്ചറാണ്. ആൻഡ് വിനി ഫസ്റ്റ് ഹാഫിൽ വിനിയും ഗോൺസാലോ ഗാർഷ്യയും കുറച്ച് ഇഷ്യൂ ആയിരുന്നു, എസ്പെഷ്യലി ആ പാസിംഗ് ലൈൻസ് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ. ബട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പം ചൗമനി മിഡ്ഫീൽഡിലോട്ട് വന്നു, പുള്ളിയും പാസിംഗ് ലൈൻസ് കട്ട് ചെയ്തു. ആൻഡ് വിനിയും അതുപോലെ ഗോൺസാലോ ഗാർഷ്യയും കൂടുതൽ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. കൂടുതൽ കുറച്ചുകൂടെ പൊസിഷനിങ് സൂപ്പർബാക്കി, അതാണ് എടുത്തു പറയുന്നത്. വിനിയുടെ ആണെങ്കിലും വിനി കൂടുതലും ഇവർക്ക് വേണ്ടത് ആ ക്ലോസർ ടു ദ സ്ട്രൈക്കർ സെൻട്രലി കയറി കളിക്കുകയാണ് വേണ്ടത്. ഫ്രാൻ ഗാർഷ്യയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് നൈസായിട്ട് വിനി 30 മിനിറ്റ്സിന് ശേഷം എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ 30 മിനിറ്റ് ആയിരുന്നു, 30 മിനിറ്റ് ആയിരുന്നു റയൽ സ്ട്രഗിൾ ചെയ്തത്. പിന്നീട് ഈ ഒരു ചേഞ്ചിന് ശേഷം റയൽ മാഡ്രിഡ് കളിയിലോട്ട് വരുന്ന ആളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാൽവേർഡയുടെ കാര്യം എടുത്തു പറയുന്നത് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പുള്ളി ക്ലോസർ ടു ദ ഗോൾ കളിക്കുന്ന ഒപ്പോണൻസിന് പണിയാണ്. എന്നാലും പുള്ളിയുടെ കിഡിലിന് അക്രോബാറ്റിക് അറ്റംപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഡി ഗ്രിഗോറിയോ ഇല്ലായിരുന്നെങ്കിൽ യുവന്റസിന്റെ കാര്യം കുറച്ചുകൂടെ മോശമായത്. ഇന്നലെ ഡി ഗ്രിഗോറിയോയുടെ അന്യായ സേവുകളാണ് യുവന്റസിനെ 1-0 നിർത്തിയത്. അതേസമയം യുവന്റസിന് ചാൻസുകൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് 30 മിനിറ്റ്സിൽ കോളമോനയുടെ 1-on-1 സിറ്റുവേഷൻ ഇൽഡിസിന് കിട്ടിയാവുന്ന 2 ചാൻസ്. പിന്നെ കൊൻസിസാവിൻ്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചാൻസ് കൂടെ അവർക്ക് കിട്ടിയത് ആർക്കാണ്, കലൂലുവിനാണ് ആർക്കാണ് ഒരു നല്ല ചാൻസ് കൂടെ കിട്ടിയിരുന്നു. സോ ഓവറോൾ 30 മിനിറ്റുകളിലെ ആ ഒരു മിസ്റ്റേക്സ് വെച്ച് എഴുതിയാൽ ഈ ഒരു ടാക്ടിക്കൽ ചേഞ്ച് ചാബി അലോൺസോ കൊണ്ടുവന്ന് ടീമിനെ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്തു. ചാബി അലോൺസോ നമുക്കറിയാം, ഹി ഈസ് എ മാസ്റ്റർ മൈൻഡ്. പുള്ളി ടാക്ടിക്കലി ഇൻ ഗെയിംസ് സ്വിച്ച് ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ്, മിസ്റ്റേക്സ് കണ്ടെത്തിക്കൊണ്ട്. ആൻഡ് പുള്ളിയുടെ ട്രെയിനിങ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പം ട്വിറ്ററിൽ വരുന്നുണ്ട്. പുള്ളി ഡ്രോൺ ഉപയോഗിച്ച് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ പുള്ളി ട്രെയിനിങ് ഡ്രിൽസിൽ ഇൻവോൾവ് ചെയ്യുന്നതും പിന്നെ പുള്ളിയുടെ അസിസ്റ്റൻസിനെ കുറിച്ചും മറ്റുമൊക്കെ. സോ അതൊക്കെ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയാം. സോ എന്താണ് ഈ മാച്ചിലുള്ള നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ കിലിയൻ എംബാപ്പെ ഇന്നലെ ഓഫ് ദ ബെഞ്ച് ഇറങ്ങി. കിലിയൻ എംബാപ്പെ ഇന്നലെ കൂടുതൽ നമ്മൾ ആൻസറോട്ടിയിലൊക്കെ ഇത് കണ്ട പോലെ ബോൾ വരുമ്പോഴേക്കും ഡ്രോപ്പ് ചെയ്യുന്നതാണ്, അതായത് ബോൾ റിസീവ് ചെയ്യാനായിട്ട് പുള്ളി ഡ്രോപ്പ് ചെയ്യുന്നതാണ് കൂടുതലുണ്ട്. അതേ സമയത്ത് ഗോൺസാലോ ഗാർഷ്യ അപ്പ് ഫ്രണ്ട്, അതായത് എംബാപ്പെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഗോൺസാലോ ഗാർഷ്യ അപ്പ് ഫ്രണ്ട്
ആ ഒരു ഫിസിക്കൽ അതായത് ആ ഒരു ഓപ്ഷനായിട്ട് അപ്പ് ഫ്രണ്ട് ലാസ്റ്റ് മാനായിട്ട് നിൽക്കുന്നത് നമ്മളുണ്ട്. സോ മേ ബി എംബാപ്പെ അതിലും കൂടെ ഒന്ന് സെറ്റായി. എംബാപ്പെ ഈ പുള്ളിയുടെ അധികം ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കും, അതായത് ടീമായിട്ട് സെറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും ആ ഒരു ഡ്രോപ്പ് ചെയ്യാതെ മേ ബി ആ ഗോൺസാലോ ഗാർഷ്യ ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ഹി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ബോൾസ്. നല്ല കിട്ടില്ലൻ ഡെലിവറീസ് റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിനെ കിട്ടും. കാരണം കഴിഞ്ഞ സീസൺ പോലല്ല, ഇൻ ബിഹൈൻഡ് ബോൾസ്, അതായത് ബിഹൈൻഡ് ഇത് ഡിഫൻസിൽ നിന്ന് തന്നെ കിട്ടില്ലൻ ലോങ് ബോൾസ് വരും. കാരണം ഡീൻ ഹഡ്സനും ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെയും അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒറ്റ പാസിൽ 3-4 ഒപ്പോണന്റിന്റെ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തുകൊണ്ട്, അഥവാ ഒറ്റ പാസിൽ നല്ല കിട്ടില്ലൻ ലോങ് ബോൾസ് ഓവർ ദ ടോപ്പ്. നമ്മൾ ബാർസയിൽ ഇനീഗോയും കുബാർസിയൊക്കെ ഇരുന്നിട്ടില്ല, അതുപോലത്തെ ഐറ്റംസ്, അതിനേക്കാളും സൂപ്പർ ഐറ്റംസ് രണ്ടെണ്ണത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടും. സോ കിലിയൻ എംബാപ്പെ ആ ഒരു പൊസിഷൻ അവയർനെസ്സും കൂടെ ഇമ്പ്രൂവ് ചെയ്ത്, അല്ല ആളുടെ ചാബി അലോൺസോയ്ക്ക് വേണ്ട ഗോൺസാലോ ഗാർഷ്യയുടെ പൊസിഷനിങ് പോലെ, അത് ഗോൺസാലോ ഗാർഷ്യ പൊസിഷനിങ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, സൂപ്പർമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഒരു നാച്ചുറൽ ചാബി അലോൺസോയ്ക്ക് വേണ്ട ഒരു സ്ട്രൈക്കറിന്റെ റോൾ പുള്ളി നൈസായിട്ട് ചെയ്യുന്നുണ്ട്. മേ ബി കിലിയൻ എംബാപ്പെ ആ ഒരു പൊസിഷനിങ്ങിന്റെ കാര്യത്തിൽ ഒന്ന് സെറ്റ് ആയാലും, നമുക്കറിയാം സ്കിൽ വൈസ് പുള്ളിയെക്കാളും മികച്ചൊരു ഫുട്ബോളർ മേ ബി ഇപ്പം ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ് ഇപ്പം യൂറോപ്പിൽ. സോ അതുകൊണ്ട് തന്നെ വി ഓൾ നോ. ആൻഡ് പേസിന്റെ കാര്യത്തിലും പിന്നെ പറയേണ്ട കാര്യമില്ല, 1-on-1 ടേക്ക് ഓൺസിന്റെ കാര്യത്തിലാണ്. സോ പുള്ളി ആ ലാസ്റ്റ് മാനായിട്ട് ആക്ട് ചെയ്യുകയും ഡെലിവറീസ് ഇൻ ബിഹൈൻഡ് വരികയും ചെയ്താൽ പുള്ളി വേഴ്സസ് ആ ഡിഫൻഡർ 1-on-1 സിറ്റുവേഷൻസ്, അഥവാ ഇൻ ബിഹൈൻഡ് ഡിഫൻഡർ വരുമെന്നൊരു സിറ്റുവേഷൻ വന്നാൽ കളി തീരും. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.